അപ്പോൾ എന്താണ് മൾട്ടിപ്ലയർ? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഈ തിയറി ഓഫ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഈ മോഡേൺ ഇൻകം തിയറി, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് തിയറി, ഇതിൽ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ആര് വഹിക്കുന്നുണ്ട്? മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ആശയം വഹിക്കുന്നുണ്ട്. ഒരു എക്കോണമിയുടെ ഇൻകത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഇൻകം ഡിറ്റർമിനേഷൻ, എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ആരുടെ പ്രധാനപ്പെട്ട റോളുണ്ട്? മൾട്ടിപ്ലയറിൻ്റെ പ്രധാനപ്പെട്ട റോള് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുമ്പോൾ ഗവൺമെൻറ് ഒരുപാട് എക്സ്പെൻഡിച്ചർ എക്കോണമിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും. അത് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സായിട്ട്, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങളായിട്ട്, സബ്സിഡി ആയിട്ടൊക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന പണമുണ്ട്. അങ്ങനെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുമ്പോൾ എക്കോണമിയിൽ ആളുകൾ ഈ പണം കിട്ടുന്ന ആളുകളുടെ സ്പെൻഡിങ് ഹാബിറ്റ് മാറും, അഗ്രിഗേറ്റ് ഡിമാൻഡിൽ മാറ്റം വരും. അത് എക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടാനും എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് കൂടാനൊക്കെ കാരണമാകും. അതുവഴി നാഷണൽ ഇൻകം കൂടുന്നു ഒരു മൾട്ടിപ്പിൾ മാനറിൽ എന്നൊക്കെ നമുക്കിങ്ങനെ ഇതിനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ അതുപോലെ തന്നെ ഇൻകം ഡിറ്റർമിനേഷനിലൊക്കെ പ്രധാനപ്പെട്ടൊരു റോള് ആർക്കുണ്ട്? മൾട്ടിപ്ലയറിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്ലയർ വാസ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ R.F. ഖാൻ ഇൻ 1931. 1931 R.F. ഖാൻ ഒരു മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ആശയം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പിന്നീടാണ് നമ്മളത് പഠിക്കുന്നതൊക്കെ കെയ്ൻസിൻ്റെ പേര് വെച്ചിട്ടാണ് മൾട്ടിപ്ലയറിന്. പക്ഷെ R.F. ഖാനാണ് ഇതിങ്ങനൊരു മൾട്ടിപ്ലയർ എന്ന ആശയം പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റിലേഷൻ ഓഫ് ഹോം ഇൻവെസ്റ്റ്മെൻറ്റ് ടു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വർക്കിനകത്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഖാനിൻ്റെ മൾട്ടിപ്ലയർ അറിയപ്പെട്ടിരുന്നത് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്നായിരുന്നു. എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ. കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയർ ഒന്നും ഒരിക്കലും എന്തല്ല, എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ അല്ല. നമുക്കറിയാമത് എന്താണെന്ന് നമ്മളിപ്പോൾ കാണും. അപ്പോൾ ഖാനിൻ്റെ മൾട്ടിപ്ലയർ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, വർക്കാണ് റിലേഷൻ ഓഫ് ഹോം ഇൻവെസ്റ്റ്മെൻറ്റ് ടു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് മൾട്ടിപ്ലയർ? ഈ ഖാൻ ഉദ്ദേശിച്ച മൾട്ടിപ്ലയർ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ടു ദി പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. അഥവാ ഇനീഷ്യൽ ഒരു പ്രൈമറി എംപ്ലോയ്മെൻറ്റിൽ അഥവാ എക്കോണമിയിലെ മൊത്തം എംപ്ലോയ്മെൻറ്റിൽ അൾട്ടിമേറ്റ് എന്ത് മാറ്റം ഉണ്ടാകുന്നു? ഇനീഷ്യൽ എംപ്ലോയ്മെൻറ്റിൽ വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ സർക്കാർ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുന്ന എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് എക്കോണമിയുടെ മൊത്തം ടോട്ടൽ എംപ്ലോയ്മെൻറ്റിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു? അതൊരു മൾട്ടിപ്പിൾ മാനറിലുള്ള മാറ്റമായിരിക്കും എന്നുള്ളതായിരുന്നു R.F. ഖാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനീഷ്യൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഇവ തമ്മിലുള്ള റേഷ്യോ ആണ്. ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ദെൻ ഇനീഷ്യൽ എംപ്ലോയ്മെൻറ്റ്. ഇവിടെ കൊടുത്തു നമ്മൾ NK എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേരിട്ടു എന്നുള്ളൂ. K എന്ന് പറഞ്ഞാൽ സാധാരണ മൾട്ടിപ്ലയറിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ K ആണ്. N എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ മാക്രോ എക്കണോമിക്സിൽ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് N വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ E എന്ന് എഴുതിയാലും പ്രശ്നമല്ല, നമ്മൾ എന്തെഴുതിയാലും നമ്മളത് ഇന്നതാണെന്ന് അവിടെ താഴെ കാണിച്ചു കൊടുക്കാം. സാധാരണ പരീക്ഷകളിലൊക്കെ എഴുതുമ്പോൾ N സ്റ്റാൻഡ്സ് ഫോർ എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ഒരു കുട്ടി E എന്ന് എഴുതിയാൽ E സ്റ്റാൻഡ്സ് ഫോർ എംപ്ലോയ്മെൻറ്റ് എന്ന് എഴുതണം എന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് പുസ്തകങ്ങളിലൊക്കെ കണ്ട പോലെ NK. N എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയ്മെൻ്റ് ആണ്, K എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ. സോ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ TN ടോട്ടൽ എംപ്ലോയ്മെൻ്റ് ആണ് TN, ഡെൽറ്റ IN അത് ഇനീഷ്യൽ എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ എംപ്ലോയ്മെൻറ്റിലുള്ള മാറ്റം ഇങ്ങനെ കൊടുക്കാം നമുക്ക്. IN അഥവാ ഇനീഷ്യൽ എംപ്ലോയ്മെൻറ്റിലുള്ള മാറ്റം അത് ടോട്ടൽ എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് വിളിക്കാം. ഇതാണ് ആര് പറഞ്ഞു വെച്ചത്? R.F. ഖാൻ പറഞ്ഞു വെച്ചത് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ആകെ നിങ്ങളെ ഓർക്കേണ്ട എത്രയേ ഉള്ളൂ, R.F. ഖാനാണ് മൾട്ടിപ്ലയർ കൊണ്ടുവന്നത്. അത് ഒരു എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ ആയിരുന്നു. ഇനി ഇത് വെച്ചിട്ടാണ് കെയ്ൻസിൻ്റേതായിട്ടുള്ള മൾട്ടിപ്ലയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഏതായിരുന്നു കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയർ? ഇവിടെ നോക്കാം നമുക്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ, ഇൻകം മൾട്ടിപ്ലയർ, ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയർ, എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്നൊക്കെ നമുക്കതിനെ വിളിക്കാവുന്നതാണ്.
എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ കെയ്ൻസ് ഡെവലപ്ഡ് ഹിസ് ഓൺ മൾട്ടിപ്ലയർ ബൈ യൂസിങ് ദ മൾട്ടിപ്ലയർ കോൺസെപ്റ്റ്സ് ഡെവലപ്ഡ് ബൈ RF ഖാൻ. അപ്പോൾ ഖാനിൻ്റെ ഒരു ഐഡിയ ആശയം വെച്ചിട്ടാണ് കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയറുകൾ ഡെവലപ്പ് ചെയ്തത്. മൾട്ടിപ്ലയറുകൾ എന്ന് പറയുന്നതിനാണ് മൾട്ടിപ്ലയർ ഡെവലപ്പ് ചെയ്യുന്നത്. പല പേരിൽ അറിയപ്പെടുന്നെങ്കിൽ എല്ലാത്തിൻ്റെ എസെൻസ് ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. എന്താണ് അവിടെ മൾട്ടിപ്ലയർ കൊണ്ട് കെയ്ൻസ് അർത്ഥമാക്കുന്നത്? അതായത് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ഇൻകം ഓഫ് എ കൺട്രി ബൈ ദി ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇക്കോണമിയുടെ ഇക്വിലിബ്രിയം ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് ഇതിനെയാണ് മൾട്ടിപ്ലയർ എന്നാര് വിശേഷിപ്പിച്ചത്? കെയ്ൻസ് വിശേഷിപ്പിച്ചത്. ചേഞ്ചസ് ഇൻ ഇക്വിലിബ്രിയം ഇൻകം ഓഫ് എ കൺട്രി ബൈ ദി ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് അങ്ങോട്ടോട്ട് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ പരീക്ഷക്കാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുക, നമ്മൾ ഹാളിൽ കയറിയാലായിരിക്കും സംശയം ഉണ്ടാവുക. അപ്പോൾ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ തന്നു, ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വൈ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകരുത്, ഇത് മൾട്ടിപ്ലയർ അല്ല, ഇത് ശരിക്കും ആക്സിലറേറ്റർ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുക ആക്സിലറേറ്റർ എന്നാണ്. അപ്പോൾ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയിൽ പെട്ടതാണ് ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പാക്കിയിട്ട് ഇതിനെ പഠിച്ചു പോകണം. താഴെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റിലൊരു മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലൊരു മാറ്റം വരും, എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് അതിനെ പറയാറ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൊരു മാറ്റം വരുമ്പോൾ അത് ഇൻകത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു. നാഷണൽ ഇൻകത്തിൽ, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു. താഴെ ആദ്യം മാറണം, എന്നിട്ടാണ് മുകളിൽ മാറുക. അതിനെ മൾട്ടിപ്ലയർ എന്ന് വിളിക്കാം. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, തിരിച്ചു വന്നാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ആക്സിലറേറ്റർ ആയിരിക്കും എന്നുകൂടി ഓർക്കുക. ഇനി മൾട്ടിപ്ലയറിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ശരിക്കും കെയ്ൻസിൻ്റെ തിയറിയിൽ പ്രധാന റോള് മൾട്ടിപ്ലയറിനുണ്ട്. So the very essence of the theory of multiplier is that the total increase in income, output or employment is manifold the original increase in investment. അതായത് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്ന ഇൻകത്തിലുണ്ടാകുന്ന വർധനവ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റിലൊക്കെ ഉണ്ടാകുന്ന വർധനവ് ഒരു ഇരട്ടിയിലരട്ടിയോ മടങ്ങുകളായിരിക്കും. ഏതിനേക്കാൾ? ഇനീഷ്യൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇനീഷ്യൽ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഒരു മടങ്ങ്, 2 ഇരട്ടി, 4 ഇരട്ടി, ഇങ്ങനെയുള്ള ഇരട്ടിയൊക്കെ ആയിരിക്കും ഇൻകത്തിലും ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലൊക്കെ ഉണ്ടാകുന്ന വർധനവ് എന്നതാണ് ഏതിൻ്റെ എസെൻസ്, ഏതിൻ്റെ ക്രീം എന്ന് പറയുന്നത്? മൾട്ടിപ്ലയറിൻ്റെ ക്രീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കണേ, if increase in investment is equal to 100 crore, then income will not rise by the same 100 crore, but a multiple of it. ഇപ്പോൾ എക്കോണമിയിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 100 കോടി ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു മാറ്റം വരുത്തി, സർക്കാരോ ആരും ആവട്ടെ. ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻകം ചേഞ്ച് ചെയ്യുക, അഥവാ വൈയിലുണ്ടാകുന്ന ചേഞ്ച് ഇതേ 100 കോടി അല്ല, 100ൻ്റെ ഇരട്ടി, ചിലപ്പോൾ 200 ആവാം, ചിലപ്പോൾ 300 ആവാം. അങ്ങനെയുള്ളൊരു മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വർദ്ധിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ വാദം? കെയ്ൻസിൻ്റെ വാദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്ലയറിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ ഫോർമുല ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് K is equal to ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. ആ ഒരു ഫോർമുല ആദ്യം ഓർക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കതിൽ നിന്ന് വേറെ റിലേഷൻഷിപ്പ് എടുക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. ആ റിലേഷൻഷിപ്പ് എന്താണ്? ഇപ്പോൾ K is equal to ഡെൽറ്റ വൈ ബൈ
ഡെൽറ്റ ഐ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ വൈ അഥവാ നമ്മുടെ നാഷണൽ ഇൻകം, അതാണ് വൈ ഇൻകം, ആ ഇൻകത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് നമ്മോട് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ ഈ ഇക്വേഷൻ തന്നെ മതി. എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ എന്ന് പറയുന്നതിനെ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അവിടെ ആരുണ്ട്? കെ ഉണ്ട്. കെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയറിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് കെ. അപ്പോൾ നമുക്ക് കെയുടെ അടുത്തേക്ക് ഈ ഡെൽറ്റ ഐയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കെ അഥവാ മൾട്ടിപ്ലയർ ഇൻറ്റു ഡെൽറ്റ ഐ, നമുക്കറിയാം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ഹരിക്കണം ഡെൽറ്റ ഐ സമം കടന്നു കഴിഞ്ഞാൽ ഗുണിക്കണം എന്നാവും. ഗുണിക്കണം എന്നുള്ളത് സമം കടന്നാൽ ഹരിക്കണം, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും എന്നൊക്കെ അറിയാം. അപ്പം അങ്ങനെ നമ്മൾ സമത്തിൻ്റെ പുറത്തേക്ക് ഡെൽറ്റ ഐയെ കൊണ്ടുവന്നു. കെ ഇൻറ്റു ഡെൽറ്റ ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ. ഓക്കെ, ഡെൽറ്റ വൈ. അപ്പോൾ നമുക്ക് ഇൻകത്തിലെ ചേഞ്ച് കാണാൻ ഒരു പുതിയ ഇക്വേഷൻ കിട്ടി, കെ ഇൻറ്റു ഡെൽറ്റ ഐ. അപ്പോൾ അതുകൊണ്ട് ഏത് ഇക്വേഷൻ ഓർത്ത് വെക്കണം? മൾട്ടിപ്ലയറിൻ്റെ കെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. എന്നിട്ട് ഈ മൾട്ടിപ്ലയർ നമുക്ക് എം പി സി വെച്ചിട്ടും പറയാൻ പറ്റും. എം പി സി വെച്ചിട്ട് എങ്ങനെ പറയാം? കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ അഥവാ കെ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് എം പി സി ആണ്. ഒന്നിൽ നിന്ന് എം പി സി പോയാൽ അതിൻ്റെ റെസിപ്രോക്കലാണ് മൾട്ടിപ്ലയർ. അതാണ് 1/1 മൈനസ് എം പി സി. ദ റെസിപ്രോക്കൽ ഓഫ് 1 മൈനസ് എം പി സി, അതാണ് മൾട്ടിപ്ലയർ. നമുക്കറിയാം, കുറച്ച് മുന്നേ പഠിച്ചു 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ എം പി എസ് ആണ്. അപ്പോൾ താഴെ നമുക്ക് 1 മൈനസ് എം പി സിക്ക് പകരം വേണമെങ്കിൽ താഴെ നമുക്ക് 1 മൈനസ് എം പി സിക്ക് പകരം എം പി എസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതും മൾട്ടിപ്ലയർ തന്നെയാണ്, ഇതും മൾട്ടിപ്ലയർ ആണ്, ഇതും മൾട്ടിപ്ലയർ ആണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പറയും മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസിപ്രോക്കൽ ഓഫ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ്, അഥവാ എം പി എസ് ആണ്. എം പി എസിൻ്റെ റെസിപ്രോക്കലാണ്. എം പി എസ് എങ്ങനെ കിട്ടിയത്? താഴെ 1 മൈനസ് എം പി സി ആണ് താഴെ നമ്മൾ ഇട്ടിരുന്നത് തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ മൾട്ടിപ്ലയറിന്. അപ്പോൾ 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ എം പി എസ് ആണ്. അങ്ങനെയാണ് നമ്മളതിൽ മാറ്റം കൊടുത്തിട്ടുള്ളത്. സപ്പോസ് നോക്കാം നമുക്ക്. ഇപ്പോൾ എം പി സി എന്ന് പറയുന്നത് .8 ആണെന്ന് വിചാരിക്കുക. 0.8 ഗവൺമെൻറ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ നടക്കുന്നത് 1000 കോടി. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നടന്നു? 1000 കോടിയുടെ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. നമ്മുടെ എക്കോണമിയുടെ എം പി സി എന്ന് പറയുന്നത് എത്രയാണ്? അത് 0.8 ആണ്. അപ്പോൾ ഇത് നമ്മൾ കേരള ആണെന്ന് വിചാരിക്കുക. കേരള. അപ്പുറത്ത് പിന്നെ ഒറീസ ഉണ്ടെന്ന് വിചാരിക്കുക. ഒറീസയുടെ എം പി സി 0.5 ആണെന്ന് വിചാരിക്കുക. ഇതേ ഒറീസക്കും അവിടെയും ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 1000 കോടി മാറ്റം വന്നു. രണ്ട് സംസ്ഥാനത്തും ഒരേ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടന്നിട്ടുള്ളത്, ഡെൽറ്റ ഐ. കേരളത്തിൻ്റെ എം പി സി 0.8ഉം അതുപോലെ തന്നെ ഒറീസയുടേത് 0.5ഉമാണെന്ന് വിചാരിക്കാം. എങ്കിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ചേഞ്ച് ഇൻ ഇൻകം എത്രയാണ്? ചേഞ്ച് ഇൻ ഇൻകം എത്രയാണ്? ഡെൽറ്റ വൈ എത്രയാണ്? നമുക്കറിയാം, ഡെൽറ്റ വൈ കിട്ടാൻ നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കിയൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഡെൽറ്റ ഐ ആണ്. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ചേഞ്ച് ഇൻ ഇൻകം കാണാനുള്ള ഇക്വേഷൻ. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഡെൽറ്റ ഐ എന്ന് പറയുന്ന ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് സംസ്ഥാനത്തിൻ്റെ നമുക്ക് തന്നിട്ടുണ്ടെന്നു 1000 കോടിയാണ് എന്നുള്ളത്. പക്ഷെ കെ രണ്ട് സംസ്ഥാനത്തിൻ്റെയും മിസ്സിങ് ആണ്. കെ തന്നിട്ടില്ല. കെ നമ്മൾ കാണണം.
കെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയർ നമുക്ക് MPC കിട്ടിയ സ്ഥിതിക്ക് മൾട്ടിപ്ലയർ കാണാൻ എളുപ്പമാണ്. നോക്കാം നമുക്ക് കേരളത്തിൻ്റെ മൾട്ടിപ്ലയർ. കെ ഈസ് ഈക്വൽ ടു ആരുടേതാണ്? കേരളത്തിൻ്റെ കെ ആണ്, മൾട്ടിപ്ലയർ ആണ്. കെ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് MPC. ഇതാണല്ലോ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ. MPC തന്നാൽ ചെയ്യുന്ന ഇക്വേഷൻ അതാണ്. 1/1 മൈനസ് MPC കേരളത്തിൻ്റെത് 0.8 ആണ്. അപ്പോൾ എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു 1/1 നിന്ന് 0.8 പോയാൽ 0.2. ഓക്കെ, 1/0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ൽ 5 0.2കളുണ്ട്. അപ്പോൾ കെ 5 എന്ന് കിട്ടി. അഥവാ മൾട്ടിപ്ലയർ 5 ആണ് കേരളത്തിൻ്റെ. എങ്കിൽ ആ 5 ഇൻറ്റു കെ 5 ആണ്, 5 ഇൻറ്റു കേരളത്തിലെ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 കോടിയാണ്. 5 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 5000 കോടി അവരുടെ ഇൻകം വർദ്ധിക്കും. ചേഞ്ച് ഇൻ ഇൻകം കേരളത്തിൻ്റെ. എന്നാൽ ഒറീസയുടെ അവസ്ഥ നോക്കണേ. ഇതേപോലെ തന്നെ അവിടുത്തെ ചേഞ്ച് ഇൻ ഇൻകം കാണാൻ നമ്മൾ കെ ഇൻറ്റു ഡെൽറ്റ ഐ ചെയ്താൽ ഡെൽറ്റ വൈ എന്ന ചേഞ്ച് ഇൻ ഇൻകം കിട്ടും. അപ്പോൾ നമുക്കവിടെ ഡെൽറ്റ ഐ എന്ന ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 എന്നുള്ളതുണ്ട്, കെ തന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കണ്ട പോലെ കെ കാണണം. കെ എന്ന് പറഞ്ഞാൽ നോക്കണേ, കെ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് MPC ആണല്ലോ. കെ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് MPC. അവരുടേത് എത്രയാണ്? 0.5 ആണ്. എങ്കിൽ കെ ഈസ് ഈക്വൽ ടു 1/1 നിന്ന് 0.5 പോയാൽ ബാക്കി 0.5 ഉണ്ടാവും. 1 പോയാൽ ബാക്കി 1/2 ഉണ്ടാവും. സോ കെ ഈസ് ഈക്വൽ ടു 1/0.5 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഒറീസൻ്റെ മൾട്ടിപ്ലയർ 2 ആണ്. കേരളത്തിൻ്റെ 5 ഉണ്ടായിരുന്നു, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ ആ കിട്ടിയ 2-നെ എന്ത് ചെയ്യുക? ഒറീസയുടെ ഇൻകത്തിലെ ചേഞ്ച് കാണാൻ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു കെ കിട്ടിയത് ഒറീസൻ്റെ 2 ഇൻറ്റു ഡെൽറ്റ ഐ 1000 കോടി. 2000 ആയിരിക്കും അവരുടെ ഇൻകത്തിലുണ്ടാകുന്ന വർധനവ്. കേരളത്തിൻ്റേത് 5000 കോടി വർദ്ധിച്ചു, മറ്റേത് 2000 കോടിയാണ് ഇൻകത്തിലെ വർധനവ്. അവിടെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂവിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 2 സംസ്ഥാനത്തും സെയിം എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും ഇൻകത്തിലെ വർധനവ് എന്ന് പറയുന്നത് ഡിഫറൻ്റായി കാണുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റേത് 5000 ആയിട്ടാണ് മൾട്ടിപ്ലയർ കണ്ടത്, മറ്റിടത്ത് 5 ആയിട്ടാണ് മൾട്ടിപ്ലയർ കണ്ടത്, മറ്റിടത്ത് 2 ആയിട്ടാണ് മൾട്ടിപ്ലയർ കണ്ടത്. 2. ആ വ്യത്യാസത്തിനുള്ള കാരണം MPCയിലെ വ്യത്യാസമാണ്. ഓക്കെ, അതായത് MPC കേരളത്തിൻ്റേത് 0.8 ആണ്, മറ്റേത് 0.5 ആണ്. കുറച്ച് കൂടുതലാണ് കേരളത്തിൻ്റേത്. അതുകൊണ്ട് കേരളത്തിൻ്റെ മൾട്ടിപ്ലയറും കൂടി. മറ്റവരുടെ MPC കേരളത്തിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്, 0.5 ഉള്ളൂ. അതുകൊണ്ട് അവരുടെ മൾട്ടിപ്ലയർ കുറച്ച് കുറഞ്ഞു, 2 ആയിപ്പോയി. സോ MPCയുടെ വാല്യൂ ഹയർ ആണെങ്കിൽ മൾട്ടിപ്ലയറും ഹയർ ആയിരിക്കും. ശ്രദ്ധിക്കണത്, MPCയുടെ വാല്യൂ ലോവർ ആണെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ലോവർ ആയിരിക്കും. അപ്പോൾ ആരാണ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂവിനെ തീരുമാനിക്കുന്നത്? MPC ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്ലയർ വാല്യൂസ് ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് MPC. ഹയർ ദി MPC, ഹയർ വിൽ ബി ദി വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ആൻഡ് വൈസ് വേഴ്സ. മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എപ്പോൾ വലുതാകും? കൂടും. MPC വലുതാണെങ്കിൽ, MPC വലുതാണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കണക്ക് പ്രകാരം MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിപ്പോൾ 0.5 ആണെങ്കിൽ അതും 0.5 ആയാലേ 1 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ MPC ഇങ്ങനെ കൂടി പോവുകയാണെങ്കിൽ, MPC ഇനി 0.8 ആവുകയാണെങ്കിൽ അപ്പുറത്ത് അത് 0.2 ആയിട്ട് കുറയണം. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ കൊണ്ട് 1 വരും. ചുരുക്കി പറഞ്ഞാൽ MPC ഹയർ ആകുമ്പോൾ അഥവാ MPS ലോവർ ആകുമ്പോഴാണ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കൂടുന്നത്. ഓക്കെ, തിരിച്ചും പഠിച്ചു വെക്കണം. ഹയർ ദി MPC ദാറ്റ് മീൻസ് ലോവർ MPS ഓൾസോ കേട്ടോ. എന്നാൽ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, ഈ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ലൈസ് ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി. അതും ശ്രദ്ധിക്കേണ്ടതാണ്. 1-നും ഇൻഫിനിറ്റിക്ക് ഇടയിലാണ് ആരുടെ വാല്യൂ കിടക്കുന്നത്? മൾട്ടിപ്ലയറിൻ്റെ. അപ്പോൾ വാല്യൂ വീണ്ടും നമ്മൾ പുതിയതായിട്ടൊന്ന് പഠിച്ചു. നേരത്തെ നമ്മൾ
APC, APS, MPC, MPS ഇതിൻ്റെയൊക്കെ വാല്യൂ കിടക്കുന്നത് 0ക്കും 1നും ഇടയിലാണ്. എന്നാൽ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കിടക്കുന്നത് ലൈസ് ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി, 1ൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയിലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിനെ പോലത്തെ ഒരു എക്സാമ്പിൾ തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. MPCയുടെ വാല്യൂ 0.5 വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒറീസക്ക് കൊടുത്ത സെയിം MPC. ഇപ്പോൾ മൾട്ടിപ്ലയർ നമുക്കറിയാം 0.5 ആണ് MPC എങ്കിൽ ഇനി നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, മൾട്ടിപ്ലയർ 2 ആയിരിക്കും. 0.8 ആണ് MPC എങ്കിൽ മൾട്ടിപ്ലയർ 5 ആയിരിക്കും. ഓക്കെ, ഇവിടെ 200 കോടിയാണ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ MPC 0.5 ആണെങ്കിൽ മൾട്ടിപ്ലയർ 2 ആയിരിക്കും നമ്മൾ മുമ്പ് ചെയ്തതുകൊണ്ട് 2. ഓക്കെ, ആ 2 ഇൻറ്റു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 200 കോടി, ആൻസർ വരിക 400 കോടിയായിരിക്കും ചേഞ്ച് ഇൻ ഇൻകം ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ MPC തന്നു, അതുപോലെ തന്നെ ഈ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റും തന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ മൾട്ടിപ്ലയർ കണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻകം എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി അടുത്തൊരു മൾട്ടിപ്ലയർ ആണ് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ ഓർ ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയർ. അപ്പോൾ ശരിക്ക് നമ്മളിപ്പോൾ കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയർ പഠിച്ചപ്പോൾ അതൊരു ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയർ ആണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഓക്കെ, ഇത് ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയർ ആണ്. ഈ ഓപ്പൺ എക്കോണമിയുടെ ഒരു പ്രത്യേകത ലീക്കേജ് കൂടുതലുണ്ടാവും. എന്താ ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻകം സ്ട്രീമിൽ കിടന്ന് കറങ്ങേണ്ട പണം, എങ്ങനെ മെയിൻ ഇൻകം സ്ട്രീമിൽ നമ്മുടെ രാജ്യത്തിനകത്തെ നാഷണൽ ഇൻകത്തിൻ്റെ സർക്കുലേഷൻ ഉണ്ടല്ലോ, സർക്കുലർ ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും. ഈ നാഷണൽ ഇൻകത്തിൻ്റെ ആ സർക്കുലർ ഫ്ലോയിൽ സർക്കുലേഷനിൽ കിടന്ന് കറങ്ങേണ്ട പണം ആ ഫ്ലോ വിട്ട് പുറത്തേക്ക് വന്നാൽ അത് ലീക്കേജാണ്. അതിൽ കറങ്ങാതെ നിന്നാൽ, ഇപ്പോൾ കുറച്ച് ആളുകൾ പണം ചിലവഴിക്കാണ്ട് സേവ് ചെയ്തു കയ്യിലെടുത്ത് വെക്കുക, അത് ലീക്കേജാണ്, സേവിങ് ലീക്കേജാണ്. സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഐഡിലായിട്ട് കിടക്കുക. സ്പെൻഡ് ചെയ്യുമ്പോൾ ആ പണം എക്കോണമിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, അത് നല്ലതാണ്, എക്കോണമിക്ക് ബൂസ്റ്റ് കിട്ടാൻ നല്ലതാണ്, എക്കോണമിയിൽ മൾട്ടിപ്ലർ എഫക്റ്റ് കൂടാൻ കാരണമാണ്. കാരണം നമ്മൾ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ MPC കൂടുതലാണെന്നാണ്. അപ്പം MPC കൂടുമ്പോൾ മൾട്ടിപ്ലർ കൂടും. അപ്പോൾ ശരിക്ക് ഈ ക്ലോസ്ഡ് എക്കോണമിയിൽ ലീക്കേജ് ആയിട്ട് സേവിങ് മാത്രമാണ് നമ്മൾ പറയുക. സേവിങ് MPS, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. എന്നാൽ അതായത് ആളുകൾ അവരുടെ വർദ്ധിച്ച ഇൻകത്തിൻ്റെ വിഹിതം എടുത്തു വെക്കുന്നു കുറച്ച് എങ്കിൽ ആ എടുത്തു വെക്കുന്നത് അവിടുത്തെ ലീക്കേജാണ്, അത് മെയിൻ ഇൻകം സ്ട്രീമിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നില്ല എടുത്തു വെച്ചതുകൊണ്ട്. അതേപോലെ നമ്മൾ ഒരു ഓപ്പൺ എക്കോണമിയിലേക്ക് വരുമ്പോൾ ഈ സേവിങ്ങിനെ കൂടാണ്ട് മറ്റൊരു ലീക്കേജ് ഉണ്ട്. നമ്മളെ മെയിൻ ഇൻകം സ്ട്രീമിൽ കറങ്ങേണ്ട പണം അതിൽ കറങ്ങാതെ പുറത്തേക്ക് പോവുക. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പണം പുറത്തേക്ക് പോവുക നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തു നിന്ന് പൈസ പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ നാഷണൽ ഇൻകത്തിൻ്റെ സർക്കുലേഷനിൽ കറങ്ങേണ്ടതാണ്, അത് പുറത്തേക്ക് പോയി, അത് ലീക്കേജാണ്. ഇമ്പോർട്ടിലൂടെ ഉണ്ടായ ലീക്കേജ്, നമ്മളതിനെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്, അതൊരു ലീക്കേജാണ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് മറ്റൊരു ലീക്കേജാണ്. 2 ലീക്കേജ് വരുന്നത് ഏതിനകത്താണ്? ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയറിനകത്താണ്, അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയറിനകത്താണ്. ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയർ ഓർ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. ഇവിടെ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു നെറ്റ് ചേഞ്ച് ഇൻ എക്സ്പോർട്ട്, നമുക്ക് അതിനേക്കാൾ നല്ലത് ദ റെസിപ്രോക്കൽ ഓഫ് ദി സം ഓഫ് ലീക്കേജസ്, ഇതാണ് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. അതാണ് ഏറ്റവും ബെസ്റ്റ്. അഥവാ എന്തിൻ്റെയോ റെസിപ്രോക്കലാണ് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. എന്തിൻ്റെ റെസിപ്രോക്കലാണ്? റെസിപ്രോക്കൽ ഓഫ് ദി സം ഓഫ് ലീക്കേജസ്, ലീക്കേജസുകളുടെ സമ്മിൻ്റെ റെസിപ്രോക്കലാണ്. ഏതാ ലീക്കേജസ് ആയിട്ട് ഇവിടെ പരിഗണിക്കുന്നത്? ഒന്ന് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ലീക്കേജാണ്, സേവിങ് ഒരു ലീക്കേജാണ്.
മറ്റൊന്ന് ഇമ്പോർട്ട്, മറ്റൊരു ലീക്കേജ് ആണ്. ഇമ്പോർട്ടിനെ നമ്മൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്, MPM. ഇത് രണ്ടിൻ്റെയും സമ്മ് രണ്ടും കൂടി കൂട്ടുക, എടുത്തിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ നമ്മൾ 1 കൊടുക്കുക, ഡിവൈഡഡ് ബൈയുടെ ചിഹ്നം കൊടുത്തിട്ട്. സോ 1/MPS പ്ലസ് MPM, അതാണെന്ത്? ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ, FK ഓർ KF എന്തുവാം. അപ്പോൾ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസിപ്രോക്കൽ ഓഫ് ദി സം ഓഫ് ലീക്കേജസ്, ലീക്കേജസിൻ്റെ സമ്മിൻ്റെ റെസിപ്രോക്കലാണ്, അഥവാ 1/MPS പ്ലസ് MPM. ഓക്കെ, ഇനി നമുക്കൊരു തെറ്റിദ്ധാരണയ്ക്കുള്ള സാധ്യതയുണ്ട്. ഓപ്പൺ എക്കോണമി ആകുമ്പോൾ വലുതാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ വസ്തുക്കൾ പ്ലസ് വിദേശത്തു നിന്ന് വരുന്ന വസ്തുക്കൾ, അപ്പോൾ ഗ്ലോബലൈസ്ഡ് വ്യൂവിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ, ഇതിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയർ അഥവാ കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയറിനേക്കാൾ കൂടുതലാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവാം. ഇത് ഓപ്പൺ ആയതുകൊണ്ട്. ഓപ്പൺ അല്ലേ, വലുതല്ലേ, മൾട്ടിപ്ലയറും വലുതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ചെറുതാണ് when compared to closed economy multiplier. The value of open economy multiplier is less than the value of closed economy multiplier. അണ്ടർലൈൻ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ചെറുതാണ്, ലെസ്സാണ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല? ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയറിൻ്റെ അത്ര തന്നെ വലിപ്പം ഉണ്ടാവില്ല. ഇത് മുമ്പൊക്കെ ചോദിച്ചിരുന്ന ചോദ്യമാണ്, ശ്രദ്ധിക്കണം. ഇപ്പോൾ എക്സാമ്പിളായി ഇവിടെ കൊടുത്തു, നമുക്ക് MPS 0.2 എന്ന് പറഞ്ഞ് തന്നു. ചിലപ്പോൾ നമുക്ക് MPS തരുന്നതിന് പകരം MPC ആയിരിക്കും ചിലപ്പോൾ തരിക. ഇപ്പോൾ ഇവിടെ MPS 0.2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം 0.2 കഴിഞ്ഞാൽ പിന്നെ 0.8 കൂടി ചേർന്നാലാണ്, രണ്ടും കൂടി ചേർന്നിട്ട് 1 ആവുള്ളൂ. അപ്പോൾ MPS 0.2 ആണെങ്കിൽ MPC 0.8 ആയിരിക്കും. അപ്പോൾ എക്സാമിന് നമുക്ക് 0.8 ആണ് MPC എന്ന് പറഞ്ഞ് തന്നാലും നമുക്ക് MPS ഉടനെ കണ്ടെത്താം. MPS 0.2 ആയിരിക്കും. രണ്ടും കൂടി കൂട്ടിയാൽ 1 കിട്ടണം എന്നുള്ളൂ. ഏത് വന്നാലും നമുക്ക് വിഷയമല്ല, രണ്ടും കൂടി കൂട്ടിയിട്ട് 1 കിട്ടുന്ന വാല്യൂ ഏതാണോ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയറിന് ഇക്വേഷന് 1/MPS പ്ലസ് MPM ആയതുകൊണ്ട് നമുക്ക് MPSൻ്റെ വാല്യൂ തന്നു. ഇനി തന്നില്ല, MPC 0.8 തന്നിരുന്നെങ്കിലും നമുക്ക് MPC ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പോൾ പകരം എന്ത് ചെയ്യും, നമ്മൾ MPC വെച്ചിട്ട് MPSൻ്റെ വാല്യൂ ഇതുപോലെ 0.2 ആണെന്ന് കണ്ടെത്തിയിട്ട് അത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ MPS 0.2, MPM 0.3. ഓക്കെ, ദെൻ ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയർ എത്രയാണെന്നുള്ളതാണ്. ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വരുന്നത് നോക്കണേ, 1/MPS പ്ലസ് MPM എത്ര വരും? 1/MPS 0.2 ആണ്, MPM നമുക്ക് 0.3 ആണ്, പ്ലസ് 0.3. 1/0.2ഉം 0.3യും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 0.5. ഓക്കെ, 1/0.5 എന്ന് പറഞ്ഞാൽ 1.5 ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇതാണ് ഇവിടെ ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്നാലേ ഇതേ MPS വെച്ചുകൊണ്ട് നമുക്ക് ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കണ്ടുകൂടെ? എങ്ങനെ കാണാം? മൾട്ടിപ്ലയർ നമ്മൾ കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയർ പഠിച്ചു, 1/1 - MPC അല്ലെങ്കിൽ 1 - MPCക്ക് പകരം 1/MPS ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ MPS തന്നതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കും. 1/MPS ആയ 0.2. ഓക്കെ, 1/0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഏതാ വലുത്? 5 വലുതാണ് 2നേക്കാൾ. 2 നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ഫോറിൻ ട്രേഡ് ഓർ ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ആണ്. എന്നാൽ ഇപ്പോൾ കിട്ടിയ 5 ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഏതാ വലുത്? 5 വലുതാണ് 2നേക്കാൾ. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? എപ്പോഴും ഈ ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ലെസ് ദാൻ ദി ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയർ വാല്യൂ. ഓക്കെ, ക്ലോസ്ഡിൻ്റേത് വലുതും മറ്റേത് ചെറുതുമായിരിക്കും.
ഇനി പ്രധാനപ്പെട്ട മറ്റൊരു മൾട്ടിപ്ലയർ ആണ് ടാക്സ് മൾട്ടിപ്ലയർ. ഓക്കെ, ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ടാക്സ്. ഓക്കെ, അഥവാ ഇത്രയേ ഉള്ളൂ, ചേഞ്ച് ഇൻ ടാക്സ് ഉണ്ടായപ്പോൾ ചേഞ്ച് ഇൻ ഇൻകത്തിലുണ്ടായ ചേഞ്ച്. അപ്പോൾ നമുക്കറിയാം ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ മേലെ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നതാണ്. നമുക്കൊന്നും അത്ര സന്തോഷമുള്ള കാര്യമില്ല ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വരുമാനത്തെ കുറക്കുന്ന ഒന്നാണ്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് കുറയുന്ന കാര്യമാണ് ടാക്സ്. അതുകൊണ്ട് ഇൻകത്തെ കുറക്കുന്ന ഒരു കാര്യമാണ് ടാക്സ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്, ഒരിക്കലും ഒരു പോസിറ്റീവ് മൾട്ടിപ്ലയർ അല്ല. സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയണം ടാക്സ് മൾട്ടിപ്ലയർ ഈസ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ. കാരണം ടാക്സിലുണ്ടാകുന്ന ചേഞ്ച് ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നു, അതൊരു നല്ല ചേഞ്ച് അല്ല. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അത് നോക്കണേ, ടാക്സ് കൂട്ടുന്നു, നമ്മൾ ഇൻകം കുറയുന്നു. ഓക്കെ, ടാക്സ് കുറക്കുന്നു, ഇൻകം കൂടുന്നു, നെഗറ്റീവാണ് ആ റിലേഷൻഷിപ്പ്. സോ ഇറ്റ്സ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ. ഓക്കെ, ഇവിടെ ടാക്സ് മൾട്ടിപ്ലയറിനെ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് നമുക്ക് ഈ വിധത്തിലും കാണിക്കാം, എം പി സി വെച്ചിട്ട്. എങ്ങനെയാണത്? മൈനസ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി. നോക്കുക, മുകളിൽ ന്യൂമറേറ്റർ മൈനസ് എം പി സി ആണ്, എം പി സിയുടെ മൈനസ് ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി. 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ എം പി എസ് ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം, മൈനസ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സിക്ക് പകരം എം പി എസ്. ഇതും എന്ത് തന്നെയാണ്? ടാക്സ് മൾട്ടിപ്ലയർ ആണ്. ഇവിടെ ഒരു പ്രത്യേകത നമുക്ക് കാണാം, ഇതിൻ്റെ ആൻസർ ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായാലും നെഗറ്റീവ് സൈനോട് കൂടിയിട്ടായിരിക്കും. കാരണം ന്യൂമറേറ്ററിൽ എന്തുണ്ട്? മൈനസ് എം പി സി, എം പി സിയുടെ മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇറ്റ്സ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ എന്നുകൂടി ഓർക്കുക. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തു, എം പി സി 0.8 ആണ്. ഓക്കെ, അവർ എം പി സി മാത്രം മതി നമുക്ക് ടാക്സ് മൾട്ടിപ്ലയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എം പി സി 0.8 ആണെങ്കിൽ ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ മൈനസ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എം പി സി നമുക്ക് 0.8 ആണ്, അതുകൊണ്ട് മൈനസ് എം പി സി ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ മൈനസ് എം പി സിയുടെ വാല്യൂ 0.8 ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ 0.8 മൈനസ് 0.8 ബൈ താഴെ 0.8 പോയി കഴിഞ്ഞാൽ 0.2 ആണ്. ഇനി നമ്മൾ സൈന് തൽക്കാലം ഒന്ന് മറക്കുക. 0.8ൽ എത്ര 0.2 ഉണ്ട് നോക്കാം, 4 4ആണ്. സോ 4 ഉത്തരം എഴുതിയിട്ട് അതിന് മൈനസ് സൈന് കൊടുക്കുക. സോ -4 അതാണ് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ശേഷം നമ്മൾ ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. നമ്മുടെ ഇക്വേഷനിൽ മുകളിൽ മൈനസ് എം പി സി ആണ്, അതുകൊണ്ട് ഉത്തരം കിട്ടുമ്പോൾ അതിന് മൈനസ് സൈന് നിർബന്ധമാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സപ്പോസ് കൺസിഡർ, നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ടാക്സ് എമൗണ്ട് 50, ഒരു എക്കോണമിയിൽ നമുക്ക് തന്നിട്ടുള്ളത് ടാക്സ് എമൗണ്ട് 50 ആണ്. അത് 50 crore എന്തോ ആവട്ടെ, 50. നമ്മുടെ എം പി സി ഈ പറയുന്ന 0.8. ഓക്കെ, ഓൾറെഡി തന്നിട്ടുണ്ട് 0.8. ഇവിടെ ടാക്സ് എമൗണ്ട് 50, എം പി സി 0.8 എങ്കിൽ ഹൗ മച്ച് ഇൻകം ആൻഡ് കൺസംഷൻ ആർ റെഡ്യൂസ്ഡ്? നമുക്കറിയാം ടാക്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം കുറയും, ഉറപ്പാണല്ലോ. ഇൻകം കുറഞ്ഞാൽ നമ്മുടെ കൺസംഷനും കുറയും. അപ്പോൾ ടാക്സ് എമൗണ്ട് 50 ആണ്, അതിൻ്റെ ഫലമായി നമ്മുടെ ഇൻകം എത്ര കുറയും? ആ ഇൻകം കുറഞ്ഞ കാരണം കൊണ്ട് എത്ര കൺസംഷൻ കുറയും?
ഹൗ മച്ച് ഇൻകം ആൻഡ് കൺസംഷൻ ആർ റെഡ്യൂസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ആദ്യം ഇൻകം എത്ര കുറയും എന്നുള്ളത് കാണാം. ഇൻകം റെഡ്യൂസ്ഡ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇൻകം റെഡ്യൂസ്ഡ് കാണാൻ എത്രയാണ് ടാക്സ് എമൗണ്ട് ഇൻറ്റു വാല്യൂ ഓഫ് ടാക്സ് മൾട്ടിപ്ലയർ. ടാക്സ് എമൗണ്ട് കൊണ്ട് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കറിയാം 0.8 MPC ആണെങ്കിൽ ടാക്സ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു -MPC ഡിവൈഡഡ് ബൈ 1 - MPC ഈസ് ഈക്വൽ ടു MPC എന്ന് പറഞ്ഞാൽ 0.8 ആണ് തന്നിട്ടുള്ളത്. സോ -0.8 അതായത് -MPC ഡിവൈഡഡ് ബൈ കൊടുത്തു 1 - MPC എന്ന് പറഞ്ഞാൽ 0.8 ഈസ് ഈക്വൽ ടു -0.8 ബൈ 1 0.8 പോയാൽ 0.2. 0.8നെ 0.2 ഡിവൈഡ് ചെയ്താൽ 4 ആണ്, സൈന് മൈനസ് ആണ്. സോ ടാക്സ് മൾട്ടിപ്ലയർ -4 ആണ്. മേലെ ചെയ്ത അതേ പ്രോബ്ലം. അപ്പോൾ ഈ ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂവിനെ ടാക്സ് എമൗണ്ട് കൊണ്ട് ഗുണിച്ചാൽ ഇൻകം റെഡ്യൂസ്ഡ് എത്രയെന്ന് കിട്ടും. ആ 50 ടാക്സ് ഉള്ളത് കൊണ്ട് എത്ര ഇൻകം കുറയുമെന്നുള്ളത് കിട്ടും. അപ്പോൾ -4 ആയ ടാക്സ് മൾട്ടിപ്ലയർ ഇൻറ്റു 50 ആയ ടാക്സ് എമൗണ്ട് -200 ഇൻകം കുറയും. നോക്കണേ, 200 ഇൻകം കുറയും. ടാക്സ് എമൗണ്ട് 50 ആയി വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലയർ -4 ആണെങ്കിൽ. ഇനി കൺസംഷൻ എത്ര കുറയും? ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻകം 200 കുറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് എത്ര കൺസംഷൻ കുറയും? ഇതേ 200ൻ്റെ കൺസംഷൻ തന്നെ കുറയുക, 100ൻ്റെ കൺസംഷൻ ആണോ കുറയുക, എത്രയെന്നുള്ള നമുക്ക് അറിയില്ല. അതറിയാൻ MPCയെ ടാക്സ് എമൗണ്ട് കൊണ്ട് ഗുണിക്കുക. നമുക്ക് തന്നിട്ടുണ്ടല്ലോ MPC 0.8. ചോദ്യത്തിൽ തന്ന MPC ഏതാ നോക്കുക, അതിനെ നമ്മുടെ ടാക്സ് എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടാക്സ് എമൗണ്ട് 50 ആണ് ഇൻറ്റു MPC 0.8 ആണ്. 0.8 × 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40. അപ്പം 40 കൺസംഷൻ നമുക്ക് അതിൻ്റെ ഫലമായിട്ട് കുറയും. അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻകം എത്ര കുറയും, അതിനെ നമ്മൾ ചെയ്യേണ്ടത് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ഇൻറ്റു ടാക്സ് എമൗണ്ട് ചെയ്യുക. മറ്റൊന്ന് കൺസംഷൻ എത്ര കുറയും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ MPC ഇൻറ്റു അതുപോലെ തന്നെ ടാക്സ് എമൗണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഇപ്പോൾ പറഞ്ഞ ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു മൾട്ടിപ്ലയർ, ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ. ടാക്സ് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്നതാണ്, നമ്മുടെ അടുത്തുനിന്ന് പൈസ പുറത്തേക്ക് പോകുന്നതാണ്. നമ്മുടെ ഇൻകത്തെ കുറക്കുന്ന ഒരു ഘടകമാണ് ടാക്സ്, സാധാരണഗതിയിൽ നമ്മൾ നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ട്രാൻസ്ഫർ ഏർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർക്കാരിന് കിട്ടുന്നതാണ്, വെറുതെ കിട്ടുന്നതാണ്. നമ്മുടെ ഇൻകത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു പേയ്മെൻ്റാണ് ട്രാൻസ്ഫർ ഏർണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പെൻഷൻ കിട്ടുന്നു, സബ്സിഡി കിട്ടുന്നു, സ്കോളർഷിപ്പ് കിട്ടുന്നു. ഇതൊക്കെയാണല്ലോ സാധാരണഗതിയിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, ട്രാൻസ്ഫർ ഏർണിംഗ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ യൂണിലാറ്ററൽ പേയ്മെൻറ്റ് വിത്തൗട്ട് റെസിപ്രോസിറ്റി എന്നാണ് അതിനെ പറയുക. യൂണിലാറ്ററൽ പേയ്മെൻ്റ് ആണ്. ഒരു സൈഡിലേക്ക് പേയ്മെൻറ്റ് ഉണ്ടാവും, മറ്റിടത്തേക്ക് ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സബ്സിഡി കിട്ടുന്നു, നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടല്ല, വെറുതെ കിട്ടുക സർക്കാരിന്. സാധാരണ നമുക്കൊരു മണി ഗെയിൻ കിട്ടണമെങ്കിൽ, മോണിറ്ററി ഗെയിൻ കിട്ടണമെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഗുഡ്സോ സർവീസോ കൊടുത്താൽ അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചിങ്ങോട്ട് കിട്ടും. അപ്പോൾ അങ്ങോട്ടും കൊടുത്തു ഇങ്ങോട്ടും കിട്ടി. പക്ഷേ ഈ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്, യൂണിലാറ്ററൽ ഏണിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഏണിങ്ങോ ട്രാൻസ്ഫർ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു സൈഡിക്കേ ഉണ്ടാവുള്ളൂ. പോട്ടെ ഏതായാലും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രാൻസ്ഫർ ഏണിംഗ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് മൾട്ടിപ്ലയർ ആണ്. വളരെ എളുപ്പമാണ്. ടാക്സ് മൾട്ടിപ്ലയർ പഠിച്ച നമുക്ക് ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്ലയർ. അവിടുത്തെ അതേ ഇക്വേഷൻ എടുത്തിട്ട് ആ മുകളിലെ -MPCയുടെ മൈനസ് അങ്ങ് കളഞ്ഞാൽ മതി. സോ MPC ഡിവൈഡഡ് ബൈ 1 - MPC ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു MPC ഡിവൈഡഡ് ബൈ 1 - MPC. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിലേഷൻ എടുക്കാൻ പറ്റും. നോക്കണേ, ഇപ്പോൾ പറയുന്ന ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയറും തൊട്ട് മുന്നേ പഠിച്ച ടാക്സ് മൾട്ടിപ്ലയറും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? സൈനിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഓക്കെ, അഥവാ വാല്യൂക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല.
ഇപ്പം നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ഒരു 0.8 ഇട്ടിട്ട് പ്രോബ്ലം ചെയ്തു ടാക്സ് മൾട്ടിപ്ലയർ. നമുക്ക് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കിട്ടിയത് -4 ആണ്. ആ 0.8 ഇട്ടിട്ട് ഇവിടെ ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ ചെയ്താൽ 4 എന്നുള്ള ആൻസർ കിട്ടും. അവിടെ -4 ആണെങ്കിൽ ഇവിടെ 4 + 4. അപ്പോൾ വ്യത്യാസം എന്താ? വാല്യൂ സിമിലർ ആണ്, ബട്ട് സൈൻ ഡിഫറൻ്റ് ആണ്. സോ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് മൾട്ടിപ്ലയർ ആൻഡ് ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ ഈസ് ദ സൈൻ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ത് മാത്രമാണ്? സൈനിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, the value of tax multiplier is equal to -5, then the transfer earning multiplier is -5, then -2 + 5 + 2. അപ്പോൾ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്, +5. കാരണം എന്താ? ഇതാണ് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ. അതേ വാല്യൂ തന്നെയാണ് വരിക, സൈന് മാത്രമേ ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. കാരണം ഇക്വേഷൻ സെയിം ഇക്വേഷനാണ്, സൈന് മാത്രമേ ഇക്വേഷനിൽ വ്യത്യാസമുള്ളൂ. ഇവിടെ MPC/1 - MPC ആണ്, അവിടെ നമ്മൾ -MPC/1 - MPC ആയിരുന്നു ടാക്സ് മൾട്ടിപ്ലയർ. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇഫ് ദ വാല്യൂ ഓഫ് ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ ഇസ് 2. ഇവിടെ അങ്ങോട്ടുള്ള ചോദ്യമാണ്. ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 2 ആണ്, +2 എങ്കിൽ ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? -2 ആയിരിക്കും. ഓക്കെ, ടാക്സ് എപ്പോഴും നമ്മൾ നെഗറ്റീവ് മൾട്ടിപ്ലയർ ആയതുകൊണ്ട് മൈനസ് ഇട്ടിട്ട് പറയണം. സെയിം വാല്യൂ ആണ്, ബട്ട് ചിഹ്നം വ്യത്യാസം ഉണ്ടായിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് സപ്പോസ് MPC 0.8, ട്രാൻസ്ഫർ ഏർണിംഗ് എമൗണ്ട് 50, ഇങ്ങോട്ട് കിട്ടുകയാണ് 50 റുപ്യ, 50 കോടി എന്തോ ആട്ടെ. MPC 0.8 ആണ്, ട്രാൻസ്ഫർ ഏർണിംഗ് എമൗണ്ട് 50 ആണ്. ദെൻ ഹൗ മച്ച് ഇൻകം ആൻഡ് കൺസംഷൻ ആർ ഇൻക്രീസ്ഡ്? തൊട്ട് മുന്നേ നമ്മൾ ഹൗ മച്ച് ഇൻകം ആൻഡ് കൺസംഷൻ ആർ ഡിക്രീസ്ഡ് ഓർ റെഡ്യൂസ്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തത്, അത് ഇവിടെ ഇൻക്രീസ്ഡ് ആണ് ചോദിക്കുക. കാരണം എന്താ? ട്രാൻസ്ഫർ ഏർണിംഗ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതായതുകൊണ്ട് നമ്മുടെ ഇൻകം കൂടും. ഇൻകം എത്ര കൂടും? 50 നമുക്ക് ട്രാൻസ്ഫർ ഏർണിംഗ് എമൗണ്ട് ആയിട്ട് കിട്ടിയാൽ നമ്മുടെ ഇൻകത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും? അതിൻ്റെ ഭാഗമായിട്ട് മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടായി ഇൻകത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും? ആ ഇൻകത്തിലെ വർധനവിൻ്റെ ഫലമായി നമ്മുടെ കൺസംഷനിൽ എന്ത് വർധനവുണ്ടാകും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇൻകം ഇൻക്രീസ്ഡ് എത്രയാണെന്ന് അറിയാൻ ട്രാൻസ്ഫർ ഏർണിംഗ് എമൗണ്ടിനെ നമ്മൾ ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ കൊണ്ട് ഗുണിക്കുക. സിമ്പിൾ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ ആദ്യം കാണണല്ലേ, MPC 0.8 ആണ്. സോ ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ MPC/1 - MPC ആണല്ലോ, അതിനകത്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? MPCയുടെ സ്ഥാനത്ത് 0.8, 1 - MPC എന്ന് പറഞ്ഞാൽ 1 - 0.8. സോ 0.8/1 0.8 പോയാൽ 0.2 = 4 +4 കൂടി കിട്ടും. നമ്മളിങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം കുറച്ച് മുന്നേ നമ്മൾ 0.8 ഇട്ടിട്ട് ടാക്സ് മൾട്ടിപ്ലയർ കണ്ടപ്പോൾ -4 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ -4ലെ ആ 4 അങ്ങ് എടുക്കുക, സൈന് മൈനസ് അങ്ങ് ഒഴിവാക്കുക. സൈനിൻ്റെ ഡിഫറൻസ് ആണ് ഇവർ തമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. സോ 4 ആണ്. ആ 4 എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയറിനെ, അഥവാ വാല്യൂ ഓഫ് ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയറിനെ, ട്രാൻസ്ഫർ ഏർണിങ്ങിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 50, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 50 ഇവിടെ കൊടുത്തു, 4 × 50 200. അപ്പോൾ എത്ര ഇൻകം വർദ്ധിക്കും? ട്രാൻസ്ഫർ ഏർണിംഗ് എമൗണ്ട് 50 രൂപ വർദ്ധിച്ചാൽ ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയർ 4 ആണെങ്കിൽ 200 ആയിരിക്കും ഇൻകത്തിലെ വർധനവ്, 200. അതിൻ്റെ ഭാഗമായിട്ട് കൺസംഷൻ എത്ര ഇൻക്രീസ് ചെയ്യും? കൺസംഷൻ ഇൻക്രീസ്ഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി? MPC × ട്രാൻസ്ഫർ ഏർണിംഗ് എമൗണ്ട് ചെയ്താൽ മതി. 0.8 × 50 40, 40ൻ്റെ കൺസംഷൻ കൂടും. ഇങ്ങനെ നമുക്ക് ടാക്സിൻ്റെ കേസിൽ എത്ര ഇൻകം കൺസംഷൻ കുറയുന്നു എന്നും കണ്ടെത്താം. ട്രാൻസ്ഫർ ഏർണിംഗ് മൾട്ടിപ്ലയറിൻ്റെ കേസിൽ എത്ര ഇൻകം ആൻഡ് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതും കണ്ടെത്താം. അതൊന്ന് ഓർത്ത് വെക്കുക. ഇഫ് എമൗണ്ട് ഓഫ് ടാക്സ് ആൻഡ് ട്രാൻസ്ഫർ ഏർണിങ്സ് ആർ സെയിം. ഇപ്പോൾ ടാക്സ് എമൗണ്ട് 50, ഓക്കെ, ട്രാൻസ്ഫർ ഏർണിങ്ങും 50. ടാക്സ് എമൗണ്ടും ട്രാൻസ്ഫർ ഏർണിംഗ് എമൗണ്ടും രണ്ടും സെയിം ആണെന്ന് വിചാരിക്കുക, 100 100
അല്ലെങ്കിൽ 50-50, 200 ഇങ്ങനെ ഒരേപോലെ ആണെങ്കിൽ then there will be no change in income. എങ്കിൽ ഇൻകത്തിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ള, രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് അഡീഷണൽ ആയിട്ട് ഓർത്ത് വെക്കുക. ദെൻ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവൽമോ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റാണ് അത് ഡെവലപ്പ് ചെയ്തത്, ഹവൽമോ. ഈ ഹവൽമോ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ 1946 അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു വർക്കായ മൾട്ടിപ്ലയർ എഫക്റ്റ് ഓഫ് എ ബാലൻസ്ഡ് ബഡ്ജറ്റ്, അതിനകത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആ വർക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹവൽമോ മൾട്ടിപ്ലയർ എഫക്റ്റ് ഓഫ് എ ബാലൻസ്ഡ് ബഡ്ജറ്റ്. പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഹവൽമോ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് ധാരാളം കാണാം. അതിലൊരു 2-3 നമുക്ക് കറക്റ്റ് ആക്കാം. അപ്പോൾ മൾട്ടിപ്ലയറുമായി ബന്ധപ്പെട്ട് ഓരോ മൾട്ടിപ്ലയറോ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് അതിൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഹാവൽമോ, പിന്നെ ക്ലോസ്ഡ് എക്കോണമി മൾട്ടിപ്ലയർ, അത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ, കെയ്ൻസ് ആ രീതിയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ശരിക്ക് ഈ ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സമ്മാണ്, തുകയാണ്. എന്തിൻ്റെ സം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ആൻഡ് ടാക്സ് മൾട്ടിപ്ലയർ. ടാക്സ് മൾട്ടിപ്ലയറിൻ്റെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെയും സമ്മാണ്, തുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു 1/1 - MPC. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ, കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയർ, ഒരു ഇൻകം മൾട്ടിപ്ലയർ എന്നൊക്കെ പറയാം. അതിൻ്റെയും ടാക്സ് മൾട്ടിപ്ലയർ ആയ -MPC ഡിവൈഡഡ് ബൈ 1 - MPC എന്ന ടാക്സ് മൾട്ടിപ്ലയറിൻ്റെയും തുക, സമ്മ്, അതിവിടെ പ്ലസ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. തുകയാണ്, കൂട്ടുക, രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എങ്ങനെ വരും? മേലെ 1 പിന്നെ -MPC എന്നുണ്ട്, അത് രണ്ടും കൂടി കൂട്ടും നമ്മൾ 1 - MPC എന്ന് വരും. താഴെ നമുക്ക് ഡിവൈഡഡ് ബൈയുടെ രണ്ടിൻ്റെയും താഴെയുള്ളത് കോമൺ സാധനമാണ് 1 - MPC. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 1 - MPC ഒരൊറ്റ ഒന്ന് എഴുതിയാൽ മതി. താഴെ മേലെയും 1 - MPC ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. ഇവിടെ നമുക്കറിയാം താഴെ മേലെയും 1 - MPC ആയതുകൊണ്ട് ശരിക്ക് ഉത്തരം 1 എന്നേ കിട്ടുള്ളൂ. വേണമെങ്കിൽ നമ്മുടെ കൺവീനിയൻസിന്, അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 1 - MPC എന്നുള്ളത് MPS എന്നാക്കിക്കൂടെ. താഴെയും 1 - MPC എന്നുള്ളത് MPS. ഓക്കെ, എന്തായാലും MPS/MPS ചെയ്താലും 1 - MPC / 1 - MPC ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. യൂണിറ്റി എന്ന് പറയും നമ്മൾ, യൂണിറ്റി. സോ ദ വാല്യൂ ഓഫ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 ഓർ യൂണിറ്റി. ബിക്കോസ് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? 1 - MPC ഡിവൈഡഡ് ബൈ 1 - MPC ഓർ MPS ഡിവൈഡഡ് ബൈ MPS. ഇതെന്ത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്? ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെയും ടാക്സ് മൾട്ടിപ്ലയറിൻ്റെയും സമ്മാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ആൻഡ് ടാക്സ് മൾട്ടിപ്ലയർ. ഓക്കെ, ഇവിടെ കൊടുത്തു. ഇതിനകത്തുണ്ട് വാല്യൂ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 ഫോർ യൂണിറ്റി. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. MPC 0.8, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എത്ര? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്കറിയാം ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 1 - MPC ഡിവൈഡഡ് ബൈ 1 - MPC ആണ്. ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം എന്താ, ഇതിൻ്റെ ഉത്തരം എപ്പോഴും 1 എന്നേ വരുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്ത് പ്രൂവ് ചെയ്യുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി. 1 - MPC എന്ന് പറഞ്ഞാൽ 0.8 ഡിവൈഡഡ് ബൈ 1 - 0.8 is equal to 1 0.8 പോയാൽ 0.2 ഡിവൈഡഡ് ബൈ 1 0.8 പോയാൽ 0.2. 0.2 by 0.2 is equal to 1. ഓക്കെ, ഇതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. അതുകൂടി നമ്മൾ ഓർക്കുക. അപ്പം ഞാൻ MPC MPSനെ പഠിച്ച കാരണം കൊണ്ട്, നമ്മളത് പഠിച്ചത് കൊണ്ട് ഉടനെ തന്നെ അങ്ങ് മൾട്ടിപ്ലയറും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലയറും പറഞ്ഞതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കൺസംഷൻ തിയറീസിലോട്ട് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൺസംഷൻ എന്ന് പറഞ്ഞാൽ acquisition of spending for the acquisition of utility ആണ്. C is a function of income ആണ്. Consumption is a function of income
എന്ന് നമ്മൾ പറഞ്ഞു.